ചിക്കൻ ഷീഖ് കബാബ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ചിക്കൻ ആദ്യം ഇതുപോലെ നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളക്, കുരുമുളകിൻ്റെ പൊടി, ചെറുനാരങ്ങ നീര് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മളിപ്പോൾ ചതച്ചതും കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് ഉപ്പ് നോക്കുക, പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഒരു ട്രേയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിങ്ങാനിട്ട് ഒന്ന് ഈ ഒരു ഷേപ്പ് ആക്കിയിട്ടാണ് കേട്ടോ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്കുമ്മേൽ റോൾ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത്. ഫ്രൈ പാനിലാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. നമ്മൾ ഈ കബാബിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഓയിൽ ഏതാണോ ആ ഓയിൽ ഒഴിച്ചിങ്ങാനിട്ട് ഫ്രൈ പാനിൽ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 185 ഡിഗ്രിയിൽ 20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ സാധനമാണ്. ഇതിന്റെ കൂടെ ചപ്പാത്തിയോ കുബൂസോ എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞങ്ങൾ ഇതിന്റെ കൂടെ ഡിപ്പായിട്ട് എടുത്തിരിക്കുന്നത് യോഗേർട്ടാണ്. ഡിപ്പായിട്ട് യോഗേർട്ട്, ഹമൂസ്, മയോനൈസ് ഇത് മൂന്നിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് സബ് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ.